ലാലേട്ടനെ ആക്രമിക്കുകയാണ്. ഹബ്ബയുടെ പോസ്റ്റ് ഇട്ടു എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ സാക്ഷാൽ ലാലേട്ടനെ ആക്രമിക്കുകയാണ്. എന്ത് തരം ഭ്രാന്താണ്! അതുകൊണ്ട് നമ്മൾ അതിജീവിതയോടൊപ്പമാണ്. പക്ഷേ അവളോടൊപ്പം എന്ന് പറഞ്ഞാൽ അവന് പണി കൊടുക്കണമെന്ന ആറ്റിറ്റ്യൂഡ് വരരുത്. സത്യം എന്താണോ അതിനോടൊപ്പം ആകണം. ആ സത്യത്തോടൊപ്പമാണ് ശ്രീലേഖ മാഡം നിന്നത്, ജഡ്ജി ഹണി വർഗീസ് നിന്നത്, നമ്മുടെ കോടതിയും നിയമ സംവിധാനങ്ങളും നിന്നത്. ആ നിയമ സംവിധാനത്തിൽ വിശ്വസിക്കണം. പോലീസ് പറഞ്ഞ പല കാര്യങ്ങളും പച്ചക്കള്ളവും ഗ്യാസും തെള്ളുമായിരുന്നു എന്ന് കോടതിയിൽ പൊളിഞ്ഞു വീണിട്ടുണ്ട്. ആ പൊളിഞ്ഞു വീണപ്പോഴെങ്കിലും അതിജീവിതയുടെ ജെനുവിൻ ഫ്രണ്ട്സും സപ്പോർട്ടേഴ്സും മനസ്സിലാക്കണം, ശ്രീ ദിലീപ് ഇതിന് പിന്നിലില്ല. നിങ്ങൾ തമ്മിൽ നല്ല സുഹൃത്തുക്കളായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഇനിയും ആ പഴയ ചാപ്റ്റർ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു കരുനിഴൽ വീഴ്ത്തിയ ചാപ്റ്ററാണ്. അത് ക്ലോസ് ചെയ്ത് എല്ലാവർക്കും പുതിയൊരു ചാപ്റ്റർ തുടങ്ങാൻ കഴിയണം. ശരിക്കും ആ കേസോടുകൂടിയാണ് നമ്മുടെ നാട്ടിൽ ഈ മീറ്റു മൂവ്മെൻറ്റും ഹേമ കമ്മിറ്റി വരെ എത്തിയ എല്ലാ കാര്യങ്ങളും ഉണ്ടായത്, WCCയും എല്ലാം കാര്യങ്ങളും ഉണ്ടായത്. പഴയതിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഒരു പുതിയ ചാപ്റ്റർ ഇന്ന് അമ്മയെ നയിക്കുന്നത് ശ്വേതാ മേനോനെ പോലെ എല്ലാവർക്കും ഇഷ്ടമുള്ള പ്രഗത്ഭയായ ബോളിവുഡിലടക്കം സാന്നിധ്യം അറിയിച്ചിട്ടുള്ളൊരു താരമാണ്. അപ്പോൾ എല്ലാം മാറി കലങ്ങി തെളിഞ്ഞ് നല്ലൊരു പ്രഭാതത്തിലേക്ക് എത്തുകയാണ് അതിജീവിതയ്ക്ക്, വീട്ടുകാർക്ക് എല്ലാവിധ ആശംസകളും. ദിലീപേട്ടൻ്റെ ബബ്ബ വലിയ ഹിറ്റായി അടുത്തയിലേക്ക് പോകുന്നു. ഇനി ഒരു പുതിയ ചാപ്റ്റർ എല്ലാവരുടെയും ലൈഫിൽ തുറക്കണമെന്നുള്ളതാണ് അഭ്യർത്ഥന.